രാഹുൽ ഗാന്ധിയുടെ കള്ള വാഗ്ദാനത്തെ ഖുശ്ബു പൊളിച്ചടുക്കിയിരിക്കുകയാണ്. കാരണം ഖുശ്ബു കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരു നേതാവാണ്. കോൺഗ്രസിൽ നിന്ന് അപമാനം സഹിക്കാൻ വയ്യാതെയാണ് ഖുശ്ബു ബി ജെ പിയിലേക്ക് എത്തുന്നതും ബി ജെ പിയിലെത്തി അംഗത്വം സ്വീകരിക്കുന്നതും. അതുപോലെയായിരുന്നു പത്മജ വേണുഗോപാൽ. പത്മജ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓരോ സീറ്റുകളൊക്കെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോഴും അവസാന നിമിഷം രാഹുൽ ഗാന്ധി എന്നെ അപമാനിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് പെരുമാറിക്കൊണ്ടിരുന്നത്. നിലവിൽ ബി ജെ പിയും കോൺഗ്രസിനും തമ്മിൽ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. ഈ സമയത്ത് ബി ജെ പിയും കോൺഗ്രസിനെയും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയിൽ വനിതാ നേതാക്കൾ, അതായത് വനിതാ നേതാക്കളെ മത്സരിപ്പിക്കുന്നതിൽ എണ്ണം കൂടുതലാണ്. പക്ഷെ കോൺഗ്രസിനെ എടുത്തു കഴിഞ്ഞാൽ 3-4 വനിതാ നേതാക്കൾ മാത്രമേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ നാരി ശക്തി വിളിച്ചോതുന്ന ഒരു പാർട്ടി ബി ജെ പി ആണെന്ന് അടിവരയിട്ട് ഖുശ്ബു തന്നെ പറയുകയാണ്. അതായത് വനിതാ ശാക്തീകരണത്തിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരുമാണ് ആത്മാർത്ഥമായി പരിശ്രമിച്ചതെന്ന് തെന്നിന്ത്യൻ സിനിമാ താരവും ബി ജെ പി തമിഴ്നാട് സംസ്ഥാന ഉപാധ്യക്ഷയുമായ ഖുശ്ബു പറയുകയാണ്. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അവർ. രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങളെ ഗൗരവമായി എടുക്കേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് കാലത്തെ തട്ടിപ്പ് മാത്രമാണ്. കേരളത്തിൽ ശക്തരായ വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് ബി ജെ പി മാത്രമാണ്. സ്ത്രീ ശാക്തീകരണം എന്താണെന്ന് തെളിയിച്ചത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് ഖുശ്ബു തുറന്നു പറയുകയാണ്. അദ്ദേഹം നാരി ശക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ഭരണസിതാ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്ക് അർഹമായ പങ്കാളിത്തം ലഭിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ മുതൽ കേന്ദ്ര മന്ത്രിസഭയിലെ പ്രമുഖരായ അംഗങ്ങൾ വരെ വനിതകളുടെ വൻ പങ്കാളിത്തമാണ് ഇപ്പോഴുള്ളത്. സുഷമ സ്വരാജ് മുതൽ നിർമ്മല സീതാരാമൻ വരെയുള്ള നിരവധി പേർ ഇതിനൊരു നിർണായക തെളിവാണ്. 33% സ്ത്രീ സംവരണത്തിന് വേണ്ടി ബി ജെ പി ഏറെ കാലമായി വാദിക്കുന്നുണ്ട്. അത് ഒരു യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ്. മുസ്ലിം വനിതകളുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചത് മോദി സർക്കാരാണ്. മുത്തലാഖ് നിർത്തലാക്കിയതിലൂടെ സ്ത്രീ വിവേചനം ഇല്ലാതാക്കാൻ കഴിയുകയാണ്. കോൺഗ്രസ് ഭരണകാലത്ത് നിരന്തരമായി ഉണ്ടായത് അഴിമതി മാത്രമാണ്. 12 വർഷമായി ഭരണരംഗത്ത് അഴിമതി ചൂണ്ടിക്കാണിക്കാനില്ല. സംശുദ്ധ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി ലോക നേതാവായി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാണ് ഖുശ്ബു പറയുന്നത്. കോഴിക്കോട് നോർത്ത് മണ്ഡലം NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയ ഖുശ്ബുവാണ് രാഹുൽ ഗാന്ധിയെ എണ്ണയിലിട്ട് വറക്കുന്ന തരത്തിലുള്ള മറുപടി പറഞ്ഞത്.